أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت قوم نوح المرسلين إذ قال لهم أخوهم نوح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين فاتقوا الله وأطيعون. صدق الله العظيم. സൂറത്തു ശുഅറാ 105 മുതൽ 110 വരെയുള്ള ആയത്തുകൾ. കദ്ദബത്ത് ഖൗമു നൂഹിൻ, നൂഹിൻ്റെ സമൂഹം കളവാക്കി അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞു. അൽ മുർസലീൻ, റസൂലുള്ളമാരെ, ദൈവദൂതന്മാരെ. ഇത് ഖാല ലഹും, അവരോട് പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക. അഹൂഹും, അവരുടെ സഹോദരൻ, നൂഹ് അലൈഹിസ്സലാം. അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലയോ? ഇന്നി ലക്കും റസൂലുൻ അമീൻ, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂൽ ആകുന്നു. ഫത്തഖുല്ലാഹ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. വ അത്തിഊനി, എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. വമാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, അതിൻ്റെ പേരിൽ, മിൻ അജിരിൻ, യാതൊരു പ്രതിഫലവും. ഇൻ അജിരിയ, എൻ്റെ പ്രതിഫലമല്ല, ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ ബാധ്യതയിൽ അല്ലാതെ. അലാ റബ്ബിൽ, അലാ എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തം. ഫത്തഖുല്ലാഹ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. വ അത്തിഊനി, എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. മൂസാ അലൈഹിസ്സലാമിൻ്റെയും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം വിവരിച്ചു. അത് രണ്ടും രണ്ട് ആംഗിളിലാണ്. അഥവാ ഒന്ന്, അന്ന് ഏറ്റവും വലിയ മതസമൂഹം, പ്രഗത്ഭ മതസമൂഹം എന്ന നിലക്ക് നിലകൊള്ളുന്ന ബനി ഇസ്രായേല്യരാകുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവർ നേതാവായി അവർ അംഗീകരിക്കുന്ന മഹാവ്യക്തിത്വമാണ് മൂസാ അലൈഹിസ്സലാം. മൂസാ അലൈഹിസ്സലാമിൻ്റെ പ്രബോധന ചരിത്രവും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അദ്ദേഹത്തോട് എതിര് പ്രവർത്തിച്ചവർക്ക് സംഭവിച്ചതുമൊക്കെ വിശദീകരിച്ചു. അതിൻ്റെ ശേഷം അവരും മുശ്രിക്കുകളായ അറബികളും പൂർവ്വപിതാവായി ആദരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സംഭവവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണവും ഒക്കെ വിവരിച്ചു. ഇനി കുറേ കൂടി പിന്നോട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ആദിപിതാക്കളിൽപ്പെട്ട നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രബോധന ചരിത്രം വിവരിക്കുകയാണ്. ഇന്ന് നിലവിലുള്ള മുഴുവൻ സമൂഹവും നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൂടെ കപ്പലിൽ കയറിയവരുടെ പിന്മുറക്കാരാണ് എന്ന് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. ദുർരിയത മൻ ഹമൽനാ മഅ നൂഹിൻ, നൂഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാരെ എന്നാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ മൊത്തം മനുഷ്യ സമൂഹത്തിൻ്റെയും പൂർവ്വപിതാവ് നൂഹ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടത് ഇന്നത്തെ ഇറാഖ് എന്ന് പറയപ്പെടുന്ന പഴയ സുമേരിയൻ നാഗരികതയിലാണ്. അന്ന് അവിടെ മാത്രമേ ലോകത്ത് മനുഷ്യരുണ്ടായിരുന്നുള്ളൂ, അഥവാ മാനവരാശി അത്രയേ വളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആദം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ വന്ന ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാം. ആദമിൻ്റെ മകൻ ഷീത്ത് എന്ന് പറയുന്ന മകനിലേക്ക് ചെന്നു ചേരുന്നതാണ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ വംശപരമ്പര എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ ഒരു സമൂഹമായിട്ട് മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോയപ്പോൾ അവർ തികഞ്ഞ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആ അന്ധവിശ്വാസങ്ങളെ മറയാക്കി
പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ദുഷ്ടതകളും ഒക്കെ നടമാടിയ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തുവാനും ജനങ്ങളെ നേർവഴിക്ക് നയിക്കുവാനും ആയിട്ട് നൂഹ് അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത്. എന്നാൽ 950 കൊല്ലം പണിയെടുത്തിട്ടും ബഹുഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണ് ചെയ്തത്. ആ ചരിത്രമാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. കദ്ദബത്ത് ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ഖൗമ് അഥവാ അവിടെ താമസിക്കുന്ന ജനത, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെയായിട്ടുള്ള സമൂഹം, അവർ കദ്ദബത്ത് കളവാക്കി, ഖൗമു നൂഹിൻ അൽ മുർസലീൻ, മുർസലീങ്ങളെ കളവാക്കി. അപ്പോൾ ഒരുപാട് മുർസലുകളുണ്ടോ? ഉണ്ടാവാതെയും ഇരിക്കാം, അറിഞ്ഞുകൂടാ. അതിൻ്റെ മുമ്പ് റസൂലുമാർ വന്നിട്ടുണ്ടാകാം, ഒരു പക്ഷേ അവരെയൊക്കെ കളവാക്കി എന്നുമാകാം. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പലരും വിശദീകരിക്കുന്നത് പോലെ എല്ലാ റസൂലുമാരും പറയുന്ന സന്ദേശത്തെയാണ് ഒരു റസൂലിനെ കളവാക്കിയാൽ റസൂലുമാരുടെ മൊത്തം സന്ദേശത്തെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അഥവാ മക്കയിലെ മുശ്രിക്കുകൾ ഇപ്പോൾ ചെയ്യുന്നത് നൂഹ് ഉൾപ്പെടെയുള്ള ആളുകളെ തള്ളിപ്പറയുകയാണ് എന്ന് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ്. കാരണം റസൂലുമാരുടെ സന്ദേശം അവർ പലതാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, നഹനുൽ അംബിയ അബ്നാഉ അല്ലാത്തിൻ ദീനുന വാഹിദുൻ, ഞങ്ങൾ റസൂലുമാർ അല്ലെങ്കിൽ നബിമാർ അവർ സഹോദരിമാരുടെ മക്കളാണ്, ഞങ്ങളുടെ ദീന് ഒന്നാണ്. എല്ലാ നബിമാർക്കും പറയാനുള്ളത് ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരാളെ കളവാക്കിയാൽ എല്ലാവരെയുമാണ് കളവാക്കുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ ആ സമൂഹം നൂഹ് അലൈഹിസ്സലാമിനെ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ചാണ് അപ്പോൾ മുർസലീൻ എന്നിവിടെ പ്രയോഗിച്ചത് എന്നർത്ഥം. ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ, അവരുടെ സഹോദരൻ നൂഹ് അവരോട് ചോദിച്ചു, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അഥവാ അഖൂഹും എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ, മക്കാ മുശ്രിക്കുകളുടെ സഹോദരനാണല്ലോ, അവരിൽപ്പെട്ട ഒരാളാണ്. ഇതുപോലെ തന്നെയായിരുന്നു നൂഹ് അലൈഹിസ്സലാമും. എങ്ങു നിന്നോ വന്ന ഒരാളല്ല, അവർക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന വിശ്വസ്തനായ ഒരാളായിരുന്നു നൂഹ് അലൈഹിസ്സലാം. അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ടവനായ അവരുടെ സഹോദരൻ തന്നെയാണ് അവരോട് ചോദിച്ചത്, അലാ തത്തഖൂൻ. തത്തഖൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ വരുംവരായികകളെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ, എന്നിട്ട് അതിനനുസരിച്ചുള്ള ജീവിതം ജീവിക്കുന്നില്ലേ എന്നൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, മനുഷ്യരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്ത്, അഥവാ അവന് കീഴ്പ്പെട്ട് അവനെ യജമാനനായി സ്വീകരിച്ച് അവൻ്റെ അടിമയാണെന്ന് സമ്മതിച്ച് അവനെ അനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ അവനെ ആരാധിച്ച് ജീവിക്കുവീൻ, എങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള എല്ലാ ദൂഷ്യങ്ങളെയും നിങ്ങൾക്ക് സൂക്ഷിക്കാം. അഥവാ ഇഹലോകത്തോ പരലോകത്തോ നിങ്ങൾക്ക് ഒരു നാശവും പിന്നെ വരാനില്ല, ഒരു ദോഷവും ബാധിക്കാനില്ല. ഇങ്ങനെ പോയാൽ മതിയോ, ഇതൊന്ന് നന്നാക്കണ്ടേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് പോലെ, ഇതൊക്കെ ഒന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി നോക്കണ്ടേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു ചോദ്യമാണ്. അവിടെ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകുക. നമ്മൾ പറയുന്ന തഖ്വ പലപ്പോഴും അത് ദൈവഭക്തി, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം ചില ആരാധനകളും അനുഷ്ഠാനങ്ങളും ഹാവഭാവങ്ങളും ഒക്കെ ഉള്ള ഒരു അജണ്ടയായിട്ടാണ് വരിക. അതേസമയത്ത് മനുഷ്യരിൽ എല്ലാവരിലും ഉള്ളതാണ്. ഇങ്ങനെ പോയാൽ എവിടെയാണ് എത്തുക, എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ആശങ്കകൾ എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളൊരു സംഗതിയാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. കാരണം ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ, ജീവിതാവസാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, ജീവിതത്തിന് ശേഷം എന്ത് സംഭവിക്കുമോ എന്നാവോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഒരാൾക്ക് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് പറയാൻ കഴിയും. അതേസമയത്ത് മറ്റുള്ളവരെങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചാൽ അവർ സത്യസന്ധരും മാന്യരും സൽസ്വഭാവികളും സൽപെരുമാറ്റമുള്ളവരും, ഇങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളാണ് പറയുക. അങ്ങനെ തഖ്വ വേണ്ട എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ നിങ്ങളൊന്ന് മര്യാദക്ക് ജീവിക്കുന്നില്ലേ എന്ന് ഉള്ള അർത്ഥത്തിലുള്ളൊരു ചോദ്യമാണ് അലാ തത്തഖൂൻ. അത് വേണ്ടാന്ന് പറയാൻ കഴിയില്ല, കാരണം അത് മനുഷ്യൻ്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്. സമൂഹം നല്ല നിലയിൽ മുന്നോട്ട് പോകണം, എന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നത്.
innī lakum rasoolun amīn. innī lakum rasoolun amīൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ റസൂലാണ്. അഥവാ നിങ്ങൾക്കറിയാം എന്നെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികൾക്ക് അല്ലമീനായിരുന്നു എന്നതുപോലെ നൂഹ് അലൈഹിസ്സലാം ആ സുമേരിയക്കാർക്ക്, ഇറാഖുകാർക്ക് അല്ലമീനായിരുന്നു. വിശ്വസ്തനാണ് ഞാൻ. അതൊക്കെ അദ്ദേഹത്തിന് അങ്ങോട്ട് ഉറപ്പിച്ച് ഞാൻ വിശ്വസ്തൻ തന്നെയാണെന്നൊന്നും പറയേണ്ടി വരാത്തത് തന്നെ അവർക്കറിയുന്ന ആളാണ് നൂഹ് അലൈഹിസ്സലാം എന്നതുകൊണ്ടാണ്. ഫത്തഖുല്ലാഹ വ അത്തിഊൻ, അതിനാൽ നിങ്ങൾ എന്തു ചെയ്യൂ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. അഥവാ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ ആപത്തുകളെയും സൂക്ഷിക്കാൻ പറ്റും. എല്ലാ ദോഷബാധയെയും സൂക്ഷിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട് നല്ല നിലയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുക, അഥവാ അള്ളാഹുവിനോട് ഭക്തി പുലർത്തുകയും അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും അവൻ്റെ പ്രതിഫലത്തെ മോഹിക്കുകയും അവനിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുക. അത്തിഊൻ, പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരും, അതുപോലെ ചെയ്താൽ മതി, അത് എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ എന്ന് നൂഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. പിന്നെ നിസ്വാർത്ഥമാണ് എൻ്റെ ഈ പ്രവർത്തനം. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള വരാൻ പോകുന്ന വരുമെന്നുറപ്പുള്ള ശിക്ഷയെ സംബന്ധിച്ചും തകർച്ചയെ സംബന്ധിച്ചുമൊക്കെയാണ്. പക്ഷേ ഭാവി ഭൂതം വർത്തമാനം പറഞ്ഞു തരുന്നവരൊക്കെ പൈസ ചോദിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർ പ്രശ്നം പറഞ്ഞിട്ട് പരിഹാരം പറഞ്ഞു തരണമെങ്കിൽ പൈസ ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ ജ്യോത്സ്യന്മാരൊക്കെ ഉള്ളത്. ഇതങ്ങനെയല്ല. ഞാനൊരു പ്രതിഫലവും വാങ്ങാതെ നിസ്വാർത്ഥ സേവനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികൾ ചോദിക്കുമായിരുന്നു, മുഹമ്മദേ നിനക്ക് എന്താ വേണ്ടത് വെച്ചാൽ പറ, പണമാണോ അധികാരമാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നല്ലോ. അപ്പോഴാണ് എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറ്റേ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതേ മാനസികാവസ്ഥ നിലനിൽക്കുന്ന ആളുകളോട് അതുപോലെ നൂഹിൻ്റെ ജനതയുടെ ചരിത്രം വിവരിച്ചു തരികയാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാനോ ഇത് നിങ്ങൾക്ക് അറിയിച്ചു തരാനോ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടം ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്നാൽ ഞാനിത് ചെയ്യുന്നത് വെറുതെ ചെയ്യുകയാണോ? അല്ല, എനിക്ക് പ്രതിഫലമുണ്ട്. ഇൻ അജ്രിയ ഇല്ല അല റബ്ബിൽ ആലമീൻ, എനിക്ക് പ്രതിഫലം തരാമെന്ന് ഏറ്റിരിക്കുന്നത് റബ്ബുൽ ആലമീനാണ്. പടച്ചവൻ തരും എനിക്ക് പ്രതിഫലം, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. സവാബു ദുനിയ വ സവാബുൽ ആഖിറ രണ്ടും ഉണ്ടാകും. പക്ഷേ അത് നിങ്ങളാരും തരേണ്ടതില്ല. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിനൊരു ഫീസൊന്നും തരേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഫത്തഖുല്ലാഹ വ അത്തിഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യും. രണ്ട് കാര്യത്തിനാണ് ആ വാചകം ആവർത്തിച്ചു പറഞ്ഞത്. ഒന്ന്, ഞാൻ വിശ്വസിക്കാവുന്ന റസൂലാണ്, നിങ്ങൾക്കറിയാം എന്നെ, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. പിന്നെ നിങ്ങൾ ഇതിനൊരു ഫീസും കൊടുക്കണ്ട, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി, എന്നെ അനുസരിച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ടതില്ല. ഞാൻ നിസ്വാർത്ഥ സേവനമാണ് തരുന്നത്, നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട്. നബിമാർ പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നീലക്കും നാസിഹുൻ മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഗുണകാംക്ഷിയാണ് എന്നൊക്കെ. ഇതേ ആശയമാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധന ആരംഭ വർത്തമാനം എന്ന നിലയിലാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. അതിനുള്ള അവരുടെ പ്രതികരണവും ഒക്കെയാണ് അടുത്ത ആയത്തുകളിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം അഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.